ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും ഒരു പുതിയ ജോമെട്രി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു സ്ക്വയർ വരച്ചെടുക്കണം. ഒരു 50 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ഒരു സ്ക്വയറാണ് ഞാൻ വരച്ചെടുക്കുന്നത്. സ്ക്വയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ക്വയറിനെ ഓരോ സൈഡ്സും ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. ഒരു 1/2 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്വയറിൻ്റെ 4 സൈഡിലും ഇതേപോലെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ 2 ഡയഗണൽസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് വരച്ചെടുത്തു. ഇനി കളർ പെൻ ഉപയോഗിച്ചിട്ട് ആ സ്ക്വയറിനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഈക്വലി ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 4 ട്രയാങ്കിൾസ് ഈ സ്ക്വയറിനകത്തുണ്ട്. അതിന് ഏറ്റവും മുകളിലുള്ള ട്രയാങ്കിളിൽ അകത്ത് നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് ഈക്വലി ഡിവൈഡ് ചെയ്ത് വെച്ചത്. ഈ ലൈൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആവാൻ വേണ്ടിയിട്ടാണ്. അത് നോക്കിയിട്ടാണ് നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കുന്നത്. ആ ട്രയാങ്കിൾ ലൈൻസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 3 ട്രയാങ്കിൾസ് നമുക്ക് ലൈൻസ് വരച്ചെടുക്കണം. ഈ സെയിം ഡിസ്റ്റൻസ് തന്നെ വരുന്ന രീതിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ട്രയാങ്കിൾ ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ട്രയാങ്കിളാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ബാക്കി 2 വരച്ച ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വേണം ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്താ 4 ട്രയാങ്കിൾസിലും ലൈൻസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം വരച്ച ആ ഡയഗണൽസ് നമ്മളൊന്ന് എറൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കളറിംഗ് ആണ്. ആൾട്ടർനേറ്റീവായിട്ട് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ പോർഷനിൽ ആൾട്ടർനേറ്റീവായിട്ട് ആദ്യം കളർ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പോർഷനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കളർ ചെയ്യുക. ആദ്യത്തെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തേലേക്ക് ഓപ്പോസിറ്റായിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളറിങ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും വരച്ച് നോക്കുക. അപ്പോൾ ബൈ.